ഹാഫ് kg വെയിറ്റിൽ വന്നിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇത്. അപ്പോൾ അതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു ഹാർട്ട് ഷേപ്പിലോട്ട് മാറ്റണമുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമേ. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്രം കോട്ട് ചെയ്ത് കുറച്ച് ടൈം ഒരു 2 മണിക്കൂർ ഞാനൊന്ന് നല്ലോണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ടൈമേ കിട്ടണുള്ളെങ്കിൽ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത് അതിന് മതി. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ നല്ല രീതിക്ക് ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല സെറ്റ് ചെയ്ത കേക്കാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നല്ലതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പക്ഷേ നമുക്ക് ആ ഒരു ടൈം കുറവായി പോകണം, അങ്ങനെ ആ ലെയേഴ്സ് എല്ലാം അങ്ങനെ സ്പ്ലിറ്റായി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ക്വയർ അവിടെ കുത്തിയതിന് ശേഷം അത് കട്ട് ചെയ്തെടുത്താൽ മതി. ആദ്യം ഞാൻ കാണിച്ചതുപോലെ തന്നെ ഒന്ന് റൗണ്ടിൽ ഇരിക്കുന്ന കേക്കിന് നമുക്ക് സെൻറ്റർ ഒന്ന് 2 വശത്തായിട്ട് ഒരു പ്ലസ് ചിഹ്നം പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഞാൻ കാണിച്ചില്ലേ അതേപോലെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് വരുന്ന രീതിക്ക് ആ കട്ട് ചെയ്ത വശം ഉണ്ടല്ലോ അതേപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ ഇളകി വീണ് പോകും, ലേയേഴ്സ് എല്ലാം അങ്ങനെ പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ അതൊന്ന് ഒരു സ്ക്വയർ ഒന്ന് അതിനകത്ത് ഒന്ന് കുത്തി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അത് മാറിപ്പോവില്ല, അങ്ങനെ തന്നെ കിട്ടും. എന്നിട്ട് നമുക്ക് ഇതേപോലെ എടുത്ത് അത് നേരെ ബേക്കിലേക്ക് കൊണ്ടുവരാം. ഞാനിപ്പോൾ 2 രീതിയിൽ വെച്ച് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ബേക്ക് വശത്ത് ആ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണ ഭാഗമുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിലും നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ വശത്തുനിന്ന്, അതായത് കട്ട് ചെയ്തിട്ടുള്ള ആ എൻഡിൽ നിന്ന് ബേക്കിലോട്ട് വെക്കുമ്പോഴുള്ള വ്യത്യാസം, അതായത് 2 വശവും 2 രീതിക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏത് വശമാണ് നമുക്ക് അങ്ങനെ ചെയ്ത് എടുക്കേണ്ടതെന്ന് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. അത് കാണിച്ചിട്ട് അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്കിന് നമുക്ക് ഇതേപോലെ ഒരു പ്ലസ് ചിഹ്നം വരുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ 2 വശവും ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ട ഭാഗങ്ങൾ വീണ്ടും ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അത് കറക്റ്റാണെന്നൊക്കെ ഒന്ന് നോക്കിയ ശേഷം ആ 2 വശവും ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ആ ഒരു ലെയർ ഇങ്ങനെ ഇളകി പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ ഒരു സ്ക്വയർ കുത്തി കൊടുത്തിട്ട് ഒന്ന് അത് പിടിച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ അത് മാറിപ്പോകാതെ അത് കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കേക്ക് സെറ്റ് ആയതുകൊണ്ടാണ് അതങ്ങനെ മാറിപ്പോകാതെ കറക്റ്റ് എല്ലാ ലേയേഴ്സും അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്കിത് കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ കട്ട് ചെയ്ത വശങ്ങളെ ബാക്ക് സൈഡിൽ കൊണ്ടുവന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ ആ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ടൈമായി കേക്ക് ഫ്രിഡ്ജിലിരുന്ന് നല്ലോണം സെറ്റായിരിക്കുന്നത് കൊണ്ട് അപ്പോൾ നമ്മൾ പുതിയതായിട്ടുള്ള ക്രീം അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് എവിടെയാണോ നമ്മൾ വെക്കുന്നത് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഓരോ 2 ലെയർ 2 വശത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ അതിൽ പ്രസ് ചെയ്ത് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ ഫസ്റ്റ് വെക്കുന്നതെന്ന് പറയുന്നത് ഇതേപോലെ ആ ബാക്ക് വശത്ത് നിന്ന് ഫ്രണ്ടിലോട്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ഞാൻ ടച്ച് ചെയ്തിട്ടുള്ള ആ വശത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അവിടെ ചെറിയൊരു ഒടിവ് പോലെ അങ്ങനെ, അതായത് അവിടെ നിന്ന് കറക്റ്റായിട്ടല്ല, അതായത് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ള ആ എൻഡ് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ബാക്ക് വശത്തുനിന്ന് തുടങ്ങിയത് കൊണ്ടാണ് അങ്ങനെ അവിടെ നിൽക്കുന്നത്. ഇനി ഞാൻ മറ സൈഡ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ തിരിഞ്ഞു പോകാറുണ്ട് പല ആൾക്കാർക്കും. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ടുള്ള ഷേപ്പ് കിട്ടാത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടും ഇങ്ങനെ 2ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വെക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയ ഭാഗമുണ്ടല്ലോ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ടച്ച് ചെയ്ത് ആ വശത്തുനിന്ന് കറക്റ്റ് അവിടെ നിന്ന് തുടങ്ങി ബേക്കിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ 2 വശവും 2 രീതിക്കാണ് ഞാൻ ആ കട്ട് ചെയ്ത വശങ്ങൾ അതിലേക്ക് കൊണ്ടുവന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്താലാണ് കറക്റ്റ് ഷേപ്പ് കിട്ടുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ രണ്ടാമത് ചെയ്തതാണ് കറക്റ്റായിട്ടുള്ള രീതി. ഞാൻ മുന്നേ ചെയ്ത സമയത്ത് ഇതേപോലെ ബേക്കാണല്ലോ നമുക്ക് കട്ട് ചെയ്ത് അവിടെ ചെറിയൊരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അതിങ്ങനെയല്ല, അവിടെ നിന്ന്, അതായത് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ള ആ വശത്തു നിന്നാണ് മാറ്റാനുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യം ചെയ്തതിനെയും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ.
അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ രണ്ട് രീതിയിലും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ വീണ്ടും ഒന്ന് അവിടെ നിന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം, അതായത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ഇളക്കി മാറ്റിയതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ചും കൂടി അത് ഫ്രണ്ടിലേക്ക് വരാനുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എങ്ങനെയാണ് വെച്ച് കൊടുത്തതെന്ന്. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെ തിരിഞ്ഞു പോകാതെ നമ്മളത് ശ്രദ്ധിച്ച് തന്നെ, അതായത് ആ വശത്തുനിന്ന് ബേക്കിലേക്ക് വെച്ച് അങ്ങനെ ചേർത്ത് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ടത് ക്രീമുമായിട്ട് ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ള ക്രീമല്ലേ, അപ്പോൾ അതിൽ കറക്റ്റായിട്ട് അങ്ങ് ഒട്ടി അങ്ങ് ഇരുന്നോളും. ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഷേപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ കട്ട് ചെയ്തിട്ടുള്ള ലെയർ കൊണ്ടുവന്ന് ഒട്ടിച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ബേക്കുന്ന തുടങ്ങരുത്, നമ്മൾ ആ കട്ട് ചെയ്ത് നിർത്തിയ ആ ഭാഗത്ത് നിന്നാണ് ഒട്ടിച്ച് കൊടുക്കാനുള്ളത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ബേക്ക് സൈഡും കൂടി ഒന്ന് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് കറക്റ്റ് അളവ് മാറിപ്പോകാതിരിക്കാൻ ഇതേപോലെ വീണ്ടും ഒന്ന് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഒന്ന് അളവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെയും ചെറിയൊരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വശത്ത് കട്ട് ചെയ്ത ഭാഗത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ആ പീസിനെ നമുക്ക് അവിടോട്ട് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് അതൊന്ന് ക്ലിയർ ആക്കി എടുക്കാം. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റും ഞാൻ കട്ട് ചെയ്തെടുത്തതിലില്ലാത്തത് കൊണ്ട് വീണ്ടും ഞാനത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് എല്ലാ വശവും ഒരേപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്യണം. കാരണം നമ്മൾ നേരത്തെ ക്രം കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കട്ട് ചെയ്തെടുത്തതല്ലേ, അവിടെ എല്ലാം ക്രംസ് പുറത്തേക്ക് നിൽക്കുന്നതുകൊണ്ട് അതെല്ലാം ഒന്നും കൂടി ഒന്ന് ക്രം കോട്ട് ചെയ്ത് ബേക്കിലുള്ള ആ ഒരു നമ്മൾ കട്ട് ചെയ്ത വശമുണ്ടല്ലോ അവിടെയും കുറച്ച് ക്രീം കൊടുത്തിട്ടൊന്ന് ക്ലീനാക്കി എടുക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബോർഡെല്ലാം ഒന്ന് ക്ലീനാക്കി കൊടുക്കണം. അതിൻ്റെ കേക്കിൻ്റെ പൊടിയൊക്കെ അവിടെ വീണിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ക്രീം കൊടുക്കുന്ന സമയത്തും കുറച്ച് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സാധാ റൗണ്ട് കേക്ക് ചെയ്യുന്ന പോലെയല്ല, സ്ക്വയർ കേക്ക് ചെയ്യുന്ന പോലെ കുറച്ച് പാടുള്ള കാര്യമാണ് ഈ ഹേർട്ട് ഷേപ്പും ഒന്ന് ക്ലീനാക്കി എടുത്ത് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അങ്ങനെ അത്ര പ്രാക്ടീസ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പൈപ്പിംഗ് ബാഗിനുള്ളിലാക്കിയിട്ട് ചെറിയൊരു നോസിലൊക്കെ ഇട്ടതിന് ശേഷം ക്രീം കൊടുക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ ബേക്കും ഫ്രണ്ടും ഒക്കെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ക്രീം ഇട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല, അത്രയും നീറ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ക്രീം എടുത്ത് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് ചെയ്താലും മതി. ആദ്യം നമ്മൾ മുകൾ വശം ഏകദേശം ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിലും കൂടി ക്രീം കൊടുത്തിട്ട് ഫ്രണ്ട് വശത്ത് കുറച്ച് ക്രീം ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ആ ഒരു അവിടെ അങ്ങനെ തന്നെ നിന്നോട്ടെ. നമ്മൾ ബാക്കി വശങ്ങളെല്ലാം ഏകദേശം ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് വശവും ചെയ്യാം. പക്ഷേ ബാക്ക് വശത്ത് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ അവിടെ നമ്മൾ ഇപ്പോൾ ക്ലീൻ ആക്കാൻ നിൽക്കേണ്ട. അത് ഡയറക്റ്റായിട്ട് അത് ഒരേ അളവിൽ തന്നെ അങ്ങ് ക്രീം കൊടുത്തിട്ട് അങ്ങ് ചെയ്തതിന് ശേഷം അവസാനം നമുക്ക് അവിടുന്ന് കുറച്ച് ക്രീം എടുത്ത് മാറ്റിയിട്ട് അവിടെ റെഡിയാക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ട് വശത്തെ ആ ഒരു ഇങ്ങനെ കൂർത്തിരിക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അത് നല്ല രീതിക്കൊന്ന് നീറ്റാക്കി എടുക്കണം. ബാക്കി ഭാഗങ്ങളും ഒക്കെ ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ ക്രീം ആകാനുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാം. ആ ഒരു ഫ്രണ്ട് വശത്ത് കറക്റ്റ് കുറച്ച് ക്രീം അങ്ങനെ വന്ന് നിൽക്കുന്നതിന് അതിനടുത്ത് മാറ്റുന്നത് വേണ്ട, അത് കറക്റ്റ് അങ്ങനെ തന്നെ നിന്നോട്ടെ. ആ ഒരു വശം നമുക്ക് നല്ല രീതിക്കൊന്ന് നീറ്റാക്കി എടുക്കുന്നതാണ് കേക്കിൻ്റെ ഷേപ്പ് ആവുന്നത്. അതും ആ ഫ്രണ്ടും ബേക്കും ഒരേപോലെ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം കേക്കിൻ്റെ രൂപമായി കിട്ടും നമുക്ക് ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ. അപ്പോൾ ഇതേപോലെ അത്യാവശ്യം ഒന്ന് നീറ്റാക്കി എടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഫ്രണ്ട് വശത്ത് കുറച്ച് ക്രീം വന്ന് ആ ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്രീം ഇതേപോലെ നിർത്തി കൊടുക്കണം. എന്നിട്ട് നമുക്ക് അത് ബേക്കിലോട്ട് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ അവിടെ നിന്ന് ഫ്രണ്ട് വശത്തു നിന്ന് രണ്ട് വശങ്ങളിലേക്കുമാണ് പാലറ്റ് നൈഫ് കൊണ്ട് ക്രീം ഇങ്ങനെ തേച്ച് എടുക്കാനുള്ളത്. അല്ലാതെ ബേക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വരുത്തുന്ന രീതിയിൽ ചെയ്യരുത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റ് ആ ഒരു ഫ്രണ്ട് വശത്തെ ആ ഒരു കൂർത്തിരിക്കുന്ന ഭാഗം നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ബാക്കിലോട്ട് അങ്ങനെ രണ്ട് വശത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലേക്ക് ഫ്രണ്ട് വശത്തുനിന്ന് വലതുവശത്തേക്കും പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഇടതുവശത്തേക്കും അങ്ങനെ ഒന്ന് നീറ്റാക്കി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ആ ഒരു ബേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ബേക്ക് ഫുള്ളായിട്ട് ഒരേ അളവിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം ഒന്ന് നീറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നേരത്തെ പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ആ ഒരു ക്രീം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അവിടെ ക്രീം കയറിയിട്ടാണ് അങ്ങനെ ഫില്ലായി നിന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ പിന്നെ കട്ട് ചെയ്തെടുക്കാനൊന്നും ഉണ്ടാവില്ല. ക്രീം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി വശങ്ങളെല്ലാം ഏകദേശം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ബേക്ക് വശവും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് കേക്കിൻ്റെ ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ രൂപമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക്
അതിലേക്ക് പേര് എഴുതി കൊടുക്കാം. എനിക്ക് കസ്റ്റമർ മോഡൽ തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഗ്രേ കളർ വെച്ചിട്ടാണ്. അതിൽ എനിക്ക് ബ്ലാക്ക് ആയിരുന്നെന്ന് തോന്നുന്നു കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്ന മോഡൽ. ഞാനത് ബ്ലാക്ക് നമുക്ക് എത്രയായാലും നമ്മൾ ക്രീമിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഗ്രേ കളറേ കിട്ടുള്ളൂ. പിന്നെ ഗനാഷ് ചെയ്തെടുക്കാനുള്ള ഒരു മടി കാരണം ഞാനത് ഈ കളർ വെച്ചിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാറ്റർ എന്താണെന്നുള്ളത് അതും കൂടി എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ ഫോണ്ടൻറ്റിലാണ് ഞാൻ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് കറക്റ്റ് ഷേപ്പറൊന്നും ഇല്ല കേട്ടോ. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ ദിവസമായി ഞാനത് വാങ്ങണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഇതുവരെയും അത് വാങ്ങിയില്ല. ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തന്നെയാണ് ഈ ഹാർട്ടെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വലുതും ഒരു ചെറുതും അങ്ങനെ കൂട്ടമായിട്ടുള്ളത് കുറച്ച് നേരത്തെ തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കസ്റ്റമർ തന്ന മോഡലിൽ കുറച്ച് വലിയ 2 ഹാർട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കുത്തി നിർത്തിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിഫാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ എങ്ങനെ വെച്ച് കൊടുക്കും, അങ്ങനെ കുത്തി നിർത്താൻ അതങ്ങനെ നിൽക്കണുണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. കാരണം കുറച്ച് ക്രീം അവിടെ ഒന്ന് ഞാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലിങ്ങനെ ചാരി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ കുത്തി നിർത്തി വെച്ചേക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയാണ്. ഞാൻ അത് എങ്ങനെ വെക്കുമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതേപോലെ ക്രീം കൊടുത്തിട്ട് പിന്നെ അത് വീണ് പോകാതിരിക്കാൻ അത് വെച്ചതിന് ശേഷം കുറച്ച് ക്രീമും കൂടെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ബേക്ക് വശം ആയതുകൊണ്ട് അത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് അതിങ്ങനെ കുത്തി വെച്ചേക്കുന്ന പോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നേ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്കൊരു തോന്നിയ ഐഡിയയാണ്, പക്ഷേ കൊള്ളായിരുന്നു അതങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല കാണാനൊരു ലുക്കുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. സിമ്പിളായിട്ട് ഉള്ളതാണേ. എന്നിട്ട് ഇതേപോലെ ഒരു കുഞ്ഞ് ഹാർട്ടും അതിനേക്കാളും ഒരു അല്പം കൂടി വലുതും അങ്ങനെ ഇതെല്ലാം ഞാൻ കൈകൊണ്ട് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണേ. എന്നിട്ട് അങ്ങനെ അതെല്ലാം വെച്ച് കൊടുത്തൊന്ന് സെറ്റാക്കി എടുക്കണുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഷേപ്പിൻ്റെ ഓർഡർ കിട്ടുന്ന സമയത്ത് അതിൻ്റെ ടിന്നില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷനൊന്നും ആവണ്ട. നമുക്ക് റൗണ്ട് കേക്കിൽ തന്നെ കേക്ക് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. എന്നാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ടൈം കിട്ടിയില്ല, പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വരുന്നതാണെങ്കിൽ ഫ്രീസറിൽ വെച്ച് കൊടുത്ത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഫ്രീസറിൽ വെക്കാതെ നമുക്ക് കുറച്ച് ടൈമേ കിട്ടിയിട്ടുള്ളെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ക്വയർ അത് നമ്മൾ കട്ട് ചെയ്യുന്ന വശത്ത് ഒന്ന് കുത്തി വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് നേരെ നീക്കി അങ്ങ് ബേക്ക് വശത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു എൻഡിൽ നിന്ന് തുടങ്ങി ബേക്കിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അല്ലാതെ ബേക്ക് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ചെറിയ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയല്ലോ, അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് കേക്ക് വെച്ച് കൊടുക്കല്ലേ, കട്ട് ചെയ്ത പീസ് ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ബേക്കിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പ് കിട്ടും. പിന്നെ എന്നിട്ടൊന്നും കൂടി ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് പൈപ്പിംഗ് ബാഗിനുള്ളിൽ നോസിൽ എന്തെങ്കിലും ഫ്ലവർ നോസിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടതിന് ശേഷം ക്രീം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് വശത്തിട്ടുള്ള ആ ഒരു കൂർത്തിട്ടുള്ള ആ ഒരു ഭാഗം നല്ല രീതിക്കൊന്ന് ക്ലീനാക്കി എടുത്താൽ, അതൊന്ന് ക്ലിയർ ചെയ്തെടുത്താൽ നമുക്ക് ഏകദേശം കേക്കിൻ്റെ ആ ഒരു ഹെയർ ഷേപ്പിൻ്റെ ഒരു ലുക്ക് നമുക്ക് കിട്ടും. അതും ആ ഒരു ബേക്കിലുള്ള ഒരു കർവുമാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനുള്ളത്. അപ്പോൾ അതൊക്കെ ഏകദേശം ഒന്നായിക്കഴിഞ്ഞാൽ കേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാനൊരു ലുക്കിൽ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പായി കിട്ടും. പിന്നെ നമ്മൾ കൊടുക്കുന്ന മോഡൽ അനുസരിച്ചിരിക്കും അതിൻ്റെ ഭംഗിയും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാം. ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് റൗണ്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ഹെയർ ഷേപ്പ് ആക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കൂടി എടുത്ത് വെച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ കേക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഹെയർ ഷേപ്പിൻ്റെ ഓർഡറൊക്കെ വരുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് എൻ്റെ കയ്യിൽ വന്ന ടിന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തുടക്ക സമയത്തിൽ നമുക്ക് കുറച്ച് ടിന്നൊക്കെ നമ്മൾ വാങ്ങി വയ്ക്കുകയുള്ളൂ. അപ്പോൾ റൗണ്ടിൻ്റെ ടിന്നായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ ഒരു കുറേ ടൈമൊക്കെ എടുത്തിട്ടാണ് ഓരോന്നും കട്ട് ചെയ്ത് ഇതേപോലെയൊക്കെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ. നിങ്ങൾക്ക് ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുമ്പോൾ കേക്കിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരാണ് ഇത് വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് ബോറടിക്കും. കാരണം ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ ആ ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് എത്രയും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും, ചെയ്യാനൊരു ടെൻഷനുണ്ടാവും, പേടിയുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ബോറാവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം.
പിന്നെ ആ ഒരു 2 ഹാർട്ട് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തത് നിങ്ങൾക്ക് അല്ലാതെ തന്നെ നമുക്ക് കുറച്ച് CMC ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം നല്ല സ്റ്റിഫാക്കി എടുത്ത് തലേ ദിവസം തന്നെ അത് ചെയ്ത് വെച്ച് നല്ല ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം സ്ക്വയറൊക്കെ വെച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടെ കട്ടിക്ക് ചെയ്യണം. ഇതിപ്പോൾ കട്ടി കുറയുമ്പോൾ നമുക്ക് സ്ക്വയർ കുത്തി വെക്കാൻ പാടായിരിക്കും. അപ്പോൾ എന്നിട്ട് നമുക്ക് സ്ക്വയർ കുത്തിയിട്ട് അതിങ്ങനെ അതിൽ താഴത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതെ പെട്ടെന്ന് ചെയ്തതുകൊണ്ടാണ് ഇതേപോലെ ഇങ്ങനെ ഒരു ഐഡിയയിൽ അപ്പോൾ തോന്നിയ ഒരു ഇതനുസരിച്ചിട്ട് അങ്ങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനും മറക്കല്ലേ.